ഈശലായി നീയെ അവസാന ഭാഗം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഫാത്തിമ മെഹർ. തനിക്ക് നേരെ കൈ നീട്ടിക്കൊണ്ടവൾ പറയുന്ന ആ നിമിഷം, ആ കണ്ണിലെ തിളക്കം, ചുണ്ടിലെ ചിരി. രാത്രി ഏറെ നേരത്തിന് ശേഷവും ഉറക്കം പോലുമില്ലാതെ ഹിഷാമിന്റെ ചിന്തകൾ ആ നിമിഷം കെട്ടിയിട്ടു. ഏറെ കൊതിയോടെ താൻ തേടി നടന്നവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തനിക്ക് മുന്നിലെത്തിപ്പെട്ടിരിക്കുന്നു. ഇഷൽ ഗ്രൂപ്പിന്റെ ഹിഷാം അലിയെ ആൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്, അവനെ ഒരു നോക്ക് കാണാൻ അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്ന്, അവന്റെ ടീമിന്റെ ഓരോ പ്രോഗ്രാമും അവൾ കുത്തിയിരുന്ന് കാണാറുണ്ടെന്ന്, പേര് പറഞ്ഞുകൊണ്ട് തനിക്ക് മുമ്പിൽ തലകുനിച്ചിരുന്നവളെ കുറിച്ച് അവളുടെ കൂട്ടുകാരികൾ പറഞ്ഞു നിർത്ത ആ ഓരോ വാക്കുകളും ഹിഷാമിനെ മറ്റൊരു ലോകത്തേക്ക് കൈപ്പിടിച്ച് കൊണ്ടുപോകുന്ന പോലെയായിരുന്നു. അവൻ അവളെ മാത്രം നോക്കിന്ന് പോയ നിമിഷങ്ങൾ. ഹൃദയം വല്ലാത്തൊരു നിർവൃതിയെ പേറുന്നുണ്ട് ആ നിമിഷം മുതൽ. വരേണ്ടെന്ന് തോന്നി ഈ യാത്ര. ഇത് ഇവളെ പോലൊരു പെണ്ണിനെ തനിക്ക് മുന്നിലെത്തിക്കാൻ പടച്ചോൻ തന്നതാണ്. അപ്പോൾ മുതൽ അവൻ അങ്ങനെയാണ് തോന്നിയത്. ഒരക്ഷരം മിണ്ടാതെ നിന്നവൾ കൂട്ടുകാർക്കൊപ്പം തിരിഞ്ഞടക്കുമ്പോൾ നോക്കിയ ആ നോട്ടം അതവന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടോളം ചെന്നെത്തി നിന്നു. പ്രണയത്തിന്റെ അനേകം തിരകൾ അവളെന്ന തീരം തേടി ഉള്ളിൽ ആഞ്ഞടിച്ചു. നെഞ്ചിൽ കൈ ചേർത്ത് നിന്ന് അവൾ കണ്ണിൽ നിന്ന് മറയും വരെയും നോക്കി നിന്നു. അവൾ ആരെന്നോ എന്തെന്നോ അറിയില്ല, പക്ഷെ ഒന്നുറപ്പുണ്ട്, അവൾ ഇനി ആരായാലും ഹിഷാം അലിയുടെ ഹൃദയത്തിൽ പ്രണയത്തിന്റെ ഒരു തീപിടുത്തത്തിന് അവൾ തിരികൊളുത്തി കഴിഞ്ഞിരിക്കുന്നു. നീ ഇന്നും നേരത്തെ എണീറ്റോടാ? കയ്യിലൊരു ചായ ഗ്ലാസുമായി അടുക്കളയോട് ചേർന്നുള്ള വരാന്തിൽ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് ആൽബിയുടെ ചോദ്യം കേട്ടാണ് ഹിഷാം തിരിഞ്ഞു നോക്കിയത്. എന്താണോ ഇത്രയും കാടായിട്ട് ചിന്തിച്ചു വിട്ടുന്നത്? അതും പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് ചായയുമായി അവനും അരികിൽ വന്നിരുന്നു. ഞാൻ എൻ്റെ പെണ്ണിനെ കുറിച്ച് നന്നേ പതിഞ്ഞു പോയ ആ വാക്കുകൾ ആദ്യം ഏതോ കാര്യം കേട്ട പോലെ ബാത്തിൽ തലയാട്ടി വിട്ടെങ്കിലും പിന്നെ അത് കത്തിയ പോലെ ആൽബി അവനെ തുറച്ചു നോക്കി. നീ എന്താ പറഞ്ഞേ? കേട്ടത് ശരിയല്ല ഇനി എന്നൊരു സംശയത്തോടെയാണ് അവന്റെ ചോദ്യം. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമായി. മനോഹരമായ ഒരു ചിരിയോടെ അവനെ നോക്കാതെ ഹിഷാം വീണ്ടും പറഞ്ഞു. ശരിക്കും? ആൽബി അത്ഭുതത്തോടെ അവനെ നോക്കി. ശരിക്കും. ഹിഷാം കണ്ണു ചിമ്മി കാണിച്ചു. ഇവിടെ കുട്ടിയാണോ? ആൽബിക്ക് പിന്നെ അതറിയാൻ ആവേശമായിരുന്നു. ആണെന്ന് തോന്നുന്നു. പേര് ഫാത്തിമ മെഹർ. അല്പം ഈണത്തിലാണ് ഹിഷാം ആ പേര് പറഞ്ഞത്. ഫാത്തിമ മെഹർ. ഏത് നമ്മൾ ഇന്നലെ കണ്ട നിന്നെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വെള്ള ചുരിദാറിട്ട? ആൽബി ഓരോന്നായി എണ്ണി പറഞ്ഞു. അത് തന്നെ. എടാ ഭയങ്കര നീ ആളുകളാലോ. ഇതൊക്കെ എപ്പോ? എന്നാൽ ഇത്രയും നാൾ ആഞ്ജനേയ സ്വാമിക്ക് പഠിച്ചിരുന്ന നീ ഇത്രയും പെട്ടെന്ന്. അതേതായാലും പൊളിച്ചു. ഞാനിത് അവന്മാരോട് പറഞ്ഞിട്ട് വരാം. ആൽബി കയ്യിലെ ചായ ഗ്ലാസ് അവിടെ തന്നെ വെച്ചിട്ട് അകത്തേക്ക് പാഞ്ഞു. ഹിഷാമിന് ചിരി വന്നു അവന്റെ ധൃതി കണ്ടപ്പോൾ. നിമിഷങ്ങൾ കൊണ്ട് ബാക്കി രണ്ടവന്റെ മുമ്പിലെത്തി. പിന്നെ മൂന്നും കൂടി അവനെ കളിയാക്കി ഒരു വഴിക്കാക്കി. ഇത്രയും ദൂരെ റിസ്ക് ആണ് ഓൻ ഹിഷാമേ. കാർത്തിയാണ് ഓർമ്മിപ്പിച്ച്. പ്രണയത്തിന് എന്ത് ദൂരം ചങ്ങായി. ഹിഷാം കണ്ണു ചിമ്മി കാണിച്ചു. പിന്നല്ല, നമ്മളിത് പൊളിക്കും. എത്രയോ പെൺകുട്ടികളുടെ ഹൃദയം താർക്കും നിന്റെ ഈ പ്രണയം. നെവി ചിരിയോടെ പറയുമ്പോൾ മറ്റെല്ലാവരും അത് ഏറ്റെടുത്തു. പ്രാക്ടീസും പിന്നെ ഇടയ്ക്കിടെ ഹിഷാമിനെ കളിയാക്കിയും അവരുടെ അന്നത്തെ പകലും കടന്നുപോയി. അന്നൊരു ദിവസം കൂടിയ പ്രോഗ്രാമുള്ളൂ. പിന്നീടുള്ള 7 ദിവസം അത് അവർക്കിടെ ചുറ്റിടന്ന് കാണാനുള്ളതാണ്. അതിന്റെ ഒരു ആവേശത്തിലാണ് അവരും. കൃത്യസമയത്ത് തന്നെ അവർ പുറപ്പെട്ടു. ഹിഷാമിനെ പോലെ തന്നെ അന്ന് അവന്റെ കൂടെയുള്ളവർക്കും വല്ലാത്തൊരു ആവേശമാണ്. അവളോട് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതൊന്നുകൂടി സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ കുറച്ചുകൂടി അവളെ കുറിച്ച് അറിയണം. മുന്നിലുള്ള 7 ദിവസം കൊണ്ട് അവളോട് തോന്നിയ ഇഷ്ടം അറിയിക്കണം. ഹിഷാമിന് തലങ്ങും വിലങ്ങും ഉപദേശങ്ങളുടെ പെരുമഴയാണ് കൂട്ടുകാരിൽ നിന്ന്. പക്ഷെ അവൻ പാടി തുടങ്ങിയിട്ടും 1-2 അവസാനിച്ചിട്ടും അവളെ കണ്ടില്ല. അന്ന് അവന്റെ കൂടെ കാത്തിയും നെവി ആൽബിയും കൂടി ശ്രമിക്കുന്നുണ്ട് അവളെ തിരയാൻ. ഏറ്റവും ഒടുവിൽ ഹിഷാം തന്നെയാണ് അവളെ കണ്ടുപിടിച്ച് അവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവൾ. ഓരോ കാഴ്ചയിലും ആ പെണ്ണിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവുന്നുണ്ടോ? അതോ തനിക്കുള്ളിൽ അവളോടുള്ള മുഹബത്ത് കൊണ്ട് അങ്ങനെ തോന്നുന്നതാണോ? രണ്ടുപേരുടെയും നോട്ടമിടഞ്ഞു. പിടഞ്ഞുകൊണ്ട് അവളാണ് ആദ്യം മാറിയെന്ന്. പക്ഷെ അവനോടോ വിടുന്നു. അതേ നോട്ടത്തിൽ പ്രണയം നിറച്ച പാട്ടുകൾ അവൾക്ക് വേണ്ടിയെന്ന പോലെ പാടി. അതുവരെയും അത്രയും സന്തോഷത്തോടെ താൻ ഇതുവരെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടില്ലെന്ന് അവന് തോന്നി. ഇടയ്ക്കിടെ തമ്മിലിടയുന്ന 2 നോട്ടങ്ങളിൽ സ്നേഹം തിങ്ങി. തുറന്നു പറയാത്തൊരു പ്രണയത്തിന്റെ പ്രാവുകൾ കുറുകി. നന്ദി എന്നൊന്നും പറഞ്ഞ് ചെറുതായി കളയുന്നില്ല. അത്രയും ഭംഗിയായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്. ഞങ്ങളുടെ ഫംഗ്ഷൻ ഇത്രയും മനോഹരമാക്കി തന്നെങ്കിൽ നിങ്ങളുടെ പങ്ക് ചെറുതല്ല. അൻവർ ഹിഷാമിന് നേരെ കൈനീട്ടി. അൻസാർ വജ്മലും ആ പറഞ്ഞ് ശരിവെച്ചുകൊണ്ട് അവന്റെ കൂടെ നിന്നു. പക്ഷെ ഹിഷാമിന്റെ നോട്ട് ഇടയ്ക്കിടയ്ക്ക് തങ്ങി നിന്ന അവളിലാണ്. അവരുടെ നടുവിൽ തന്നെ കള്ളക്കണ്ണോടെ നോക്കുന്നവളിൽ. അത് അവരുടെ ഒരേ ഒരു പെങ്ങളാണെന്നുള്ള മുനീറിന്റെ വാക്കുകൾ. അതിനു മുന്നേ ആ 3 പേരെയും കുറിച്ച് അവൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാം കൂടി ബാക്കി 3ന്റെ ആവേശത്തിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഹിഷാമിന്റെ ഉള്ളിൽ അവൾ അങ്ങനെ കൂടുതൽ ആഴത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അവളെ സ്വന്തമാക്കി കിട്ടണമെന്നുള്ള അവന്റെ ആഗ്രഹത്തിന് തീവ്രത ഏറുകയാണ്. അതിനെ അവൾ ആരായാലും എന്നുള്ള ഘട്ടത്തിലേക്ക് അവന്റെ ഉള്ളിലെ ഇഷ്ടം വളരുകയാണ്. അത് അവളോട് പറഞ്ഞില്ലെങ്കിൽ പോലും അതിനുവേണ്ടി ഇനി എന്ത് റിസ്ക് ഏറ്റെടുക്കാൻ പാകത്തിന് അവനിൽ ധൈര്യം നിറയുന്നു.
അന്നോളം ആരും കാണാത്ത അറിയാത്ത ഹിഷാമായി മാറുന്നു. അവനുള്ളിലെ പ്രണയം അവനെ അങ്ങനെയാക്കി മാറ്റുന്നു. 7 ദിവസം ഇവിടെ ഉണ്ടല്ലോ, കാഴ്ചകൾ ഒരുപാടുണ്ട്, അതെല്ലാം കണ്ടു തീർത്തിട്ട് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ പോയാൽ മതി. അൻവർ ആദിത്യ മര്യാദയോടെ പറഞ്ഞു. ഒരു കാര്യം ചെയ്തേക്ക്, മേറു കൊണ്ടുപോയി കാണിക്കുവരെ, വേണേ ഇവിടുന്ന് ഒരു കാർ എടുത്തോ. അവൾക്കിപ്പോൾ ലീവാ, നിങ്ങൾ പോകുമ്പോൾ അവൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അതുപോലെ അജ്മൽ ചോദിച്ചു. ഫസ്റ്റ് നവി ശബ്ദമില്ലാതെ പിറുവിറുത്തു. അതേ അവസ്ഥ തന്നെയായിരുന്നു കാർത്തിക്കും ആൽബിക്കും. ആ 7 ദിവസം നിൽക്കാതെ അന്ന് തന്നെ മടങ്ങിപ്പോവാനാണ് അവർക്ക് ഇഷ്ടം. എന്തോ അപകടത്തിന്റെ മുന്നോടിയാണ് ഇതെല്ലാം എന്ന് അവർക്കൊരു തോന്നലുണ്ട്. മുനീർ മേയറിന്റെ ഇക്കാക്കമാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കും അത്. ജീവൻ വേണയിൽ അവനെ വിളിച്ചുകൊണ്ട് പഹയന്മാരെ എന്നൊരു ലാസ്റ്റ് വാണി തന്നുകൊണ്ട് പോയവനാണ്. എന്നാൽ ഇക്കാക്കമാരുടെ ആ പറച്ചിൽ കേട്ട നിമിഷം പിടച്ചിലോടെ ഇഷാമിന് നേരെ നോക്കിയ മെഹ്റു. അവന്റെ നോട്ടവും അപ്പോൾ അവൾക്ക് നേരെയാണ്. അതങ്ങനെ തീരുമാനാവുകയാണ്. പെങ്ങളെ അവരെ ഒരുപോലെ വിശ്വാസമുള്ളതുകൊണ്ടോ അതോ തങ്ങളെക്കുറിച്ചറിയുന്ന ആരും ഫാത്തിമ മെഹറിനെ മോശമായി നോക്കുകൂടി ചെയ്യില്ലെന്നുള്ള ഉറപ്പോ? എന്തായാലും നാളെ രാവിലെ റെഡിയായി നിൽക്കണം. ഇവള് കൂടെ വരുമെന്ന് ഒരു വട്ടം കൂടി അവർക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് അവർ മടങ്ങിപ്പോയി. അവർക്കൊപ്പം തിരിഞ്ഞു നോക്കി നടന്നു നീങ്ങുന്നവൾ ഹിഷാമിന്റെ ഉള്ളിലൊരു തണുപ്പ് പടർന്നു. നിനക്കൊരാളോട് ഇഷ്ടമാണെന്ന് കേട്ടപ്പോൾ സന്തോഷമായിരുന്നു, പക്ഷെ ഇപ്പോ അതില്ലടാ ഹിഷാമേ. കാർത്തി മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ചെക്കന് വലിയ കൂസലൊന്നുമില്ല. മുനീർ പറഞ്ഞ് നീ കേട്ടില്ലേ, ആ ആങ്ങളമാരുടെ പുന്നാരെയാണ് അവള്. ഈ നാട്ടിലേക്കല്ലാതെ അവള് വേറെ കൂടെ കല്യാണം കഴിച്ച് അയക്കില്ല. അതവരുടെ തീരുമാനം. വെറുതെ വയ്യാവേലി വേണോടാ. നാട്ടിൽ നിന്റെ പുറകെ നടക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്, നമുക്കതിൽ ഏതിലൊന്നും മതിയാവില്ലേ? ഇത് റിസ്ക് അല്ലേടാ. ആൽബിയും നവിയുമെല്ലാം അവന്റെ മനസ്സ് മാറ്റാനുള്ള ശ്രമത്തിലാണ്. എന്തെന്നാൽ മുനീർ പറഞ്ഞു കൊടുത്ത അറിവ് വെച്ച് തടി കേടാവുമെന്നല്ലാതെ ആ പെണ്ണിനോട് തോന്നിയ ഇഷ്ടം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നൊരു തോന്നൽ അവരിൽ ശക്തമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയ ഒരുവൾ. അവളെ നേടാൻ ഞാൻ എന്ത് റിസ്ക്കും സഹിക്കും, എന്തും. പ്രണയത്തിന് മാത്രം നൽകാൻ കഴിയുന്ന ഒരു ഉറപ്പുണ്ട് അവന്റെ വാക്കുകൾക്ക്. അതോടെ പിന്നെ എന്ത് പറയണമെന്നറിയാതെയായി കൂടെയുള്ളവർക്കും. അവൾ എന്റെ ആവും, അതെനിക്ക് ഉറപ്പുണ്ട്. തൽക്കാലം നിങ്ങളത് വിട്. വീണ്ടും മേയറിനെ കുറിച്ചും അവളുടെ ആംഗ്ലമാരെ കുറിച്ചും ആ സംസാരം നീണ്ട അസ്വസ്ഥയോടെ പറഞ്ഞുകൊണ്ട് ഹിഷാം എഴുന്നേറ്റ് പോയി. അന്നും ഏറ്റവും ആദ്യം എഴുന്നേറ്റ് ഹിഷാം തന്നെയാണ്. എഴുന്നേറ്റു പോകണ്ടേ, ഇപ്പൊ തന്നെ സമയം 7 കഴിഞ്ഞു. കുളി ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു നിൽക്കുന്നവൻ അവരെല്ലാം പകച്ചു നോക്കി. അങ്ങോട്ട് വരണമെന്ന് അവനോട് വാശി പിടിച്ച നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് അവർക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി തുടങ്ങി. ചിലപ്പോൾ നമ്മൾ ഈ ഭയക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ലടാ. നീയും കണ്ടതല്ലേ, അമർക്ക് ഹിഷാമിനെ വലിയ ഇഷ്ടമാണ്. ഇതിപ്പോ അവന്റെ വാരിയിൽ കൊണ്ട് പഠിച്ച പെണ്ണ് ഇത്രയും ദൂരെയാണെന്ന് പടച്ചോൻ അറിയാവുന്നതുകൊണ്ട് അവൻ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ചാണെങ്കിലോ? അതുകൊണ്ട് തൽക്കാലം എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. നമുക്കിപ്പോൾ അവനൊപ്പം നിൽക്കാം. എല്ലാം വിധി പോലെ വരട്ടെ, പിന്നെ അവന്റെ ഭാഗ്യം പോലെയും. ആൽബി പറഞ്ഞനുസരിച്ചുകൊണ്ട് ഒടുവിൽ അവർ ആ തീരുമാനത്തിലെത്തി നിന്നു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. കുളിയും ഒരുക്കങ്ങളുമെല്ലാം അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും മെഹറും വന്നു. പോവണ്ടേ? അവളൊരു സൗഹൃദത്തോടെ തുടക്കമിട്ടു. പക്ഷെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഇഷാമിനെ നോക്കുമ്പോൾ അവളിൽ പ്രകടമാവുന്ന പതർച്ച അത് അവനും കാണുന്നുണ്ട്. ഇന്ന് അടുത്തിവിടെ കാണാൻ കഴിയുന്ന ഒരു ബീച്ച് സ്പോട്ട് ഉണ്ട്, സ്കൂബ ഡൈവിംഗ് ഒക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ? ബാക്കി 3 പേരോടും അവൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ഇടപെടുന്നത്. ഹിഷാം അവൾ പറയുന്നെല്ലാം കേട്ടുകൊണ്ട് ഒരു ചിരിയോടെ നിൽപ്പാണ്. രണ്ടാളും പരസ്പരം മിണ്ടുന്നില്ല. പക്ഷെ ഇടയ്ക്കിടെ പാളുന്ന നോട്ടങ്ങളിൽ വല്ലാത്തൊരു കുറുമ്പുണ്ട്. മേയർ പറഞ്ഞിടത്തേക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പോകും വഴി അവൾ പറഞ്ഞു കൊടുത്തതിനേക്കാൾ എത്രയോ ഇരട്ടി വന്യമായൊരു സൗന്ദര്യവും പേറിയാണ് ആ സ്ഥലം. ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റുമോ? പിന്നെന്താ? അവൾ അനുവാദം കൊടുത്തോടെ 3 കൂടി വെള്ളത്തിലേക്ക് പാഞ്ഞിറങ്ങുമ്പോൾ ഇഷ മാത്രം അടുത്തുള്ളൊരു പാടിയിലേക്ക് ഇരുന്നു. കുറച്ചു മാറി അവളും. നീ വരുന്നില്ലേ? ആൽബി വെള്ളത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. ഇഷാമില്ലെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. വാ, നമുക്ക് നടന്നിട്ട് വരാം. അവനടുത്തേക്ക് വരുന്ന കണ്ടപ്പോൾ ഒരു വെപ്രാളത്തോടെ എഴുന്നേറ്റവൾ നോക്കി മൃദുവായൊരു ചിരിയോടെ അവൻ പറഞ്ഞു, വാടോ. വീണ്ടും അടിച്ചു നിൽക്കുന്നവൾ നോക്കി അവനൊന്നുകൂടി വിളിക്കുമ്പോൾ സ്വയം അറിയാതെ തന്നെ അവൾ അവന്റെ പുറകെ ചെന്നു. ചിത്രം വരച്ചു വെച്ചതുപോലെ അത്രയും മനോഹരമായ സ്ഥലം, അതിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ. രണ്ടുപേർക്കുമിടയിൽ അപ്പോൾ മൗനമാണ്. പക്ഷേ അതിന് പോലും വല്ലാത്തൊരു ഭംഗി. കോളേജ് ഇവിടെ അടുത്താണ്. ഹിഷാം തന്നെയാണ് സംസാരിക്കാൻ തുടക്കമിട്ടത്. ആൾക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ മാത്രം ചോദിച്ചു. കൂട്ടുകാരെ കുറിച്ച്, കോളേജിനെ കുറിച്ച്, ഇഷ്ടപ്പെട്ട കോഴ്സ്, പാട്ട്, സ്ഥലം, ജോലി, അങ്ങനെ അങ്ങനെ പതിയെ പതിയെ തമ്മിലുള്ള അകലത്തിന്റെ തുരത്തിലേക്ക് അവനൊരു പാലമുണ്ടാക്കി. തുടക്കത്തിൽ തോന്നിയ അകലം മാറിയപ്പോൾ മെഹർ അവന് മുമ്പിൽ അത്ഭുതമായി. അധികം സംസാരിക്കില്ലെന്ന് അവളെക്കുറിച്ച് അവനൊരു ധാരണയുണ്ടായിരുന്നു. അതവൾ തിരുത്തി പറയിച്ചു. അങ്ങോട്ടേക്ക് പോരും വഴി മറ്റു 3 പേരോടും തോന്നിയതിനേക്കാൾ ഒരടുപ്പം പിന്നെ ഇഷാമിനോട് തോന്നും വിധത്തിൽ അവന്റെ പാട്ടിനെ കുറിച്ച് അവൾ വാചാലയായി. അവന്റെ നാടിനെ കുറിച്ചും വീടിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അങ്ങോട്ട് ചോദിച്ചറിഞ്ഞു. അതിനെല്ലാം അവളെ ഒട്ടും നിരാശപ്പെടുത്താത്ത വിധത്തിൽ അവൻ ഉത്തരവും കൊടുത്തു. ഉച്ചയോടെയാണ് അവരവിടുന്ന് തിരിച്ചുപോയത്. ഇനി വൈകുന്നേരം നമുക്ക് വേറെ സ്ഥലത്ത് പോവാം, അതിനെ റെസ്റ്റ്. ചിരിയോടെ അതും പറഞ്ഞുകൊണ്ട് അവൾ തിരികെ വീട്ടിലേക്ക് കയറിപ്പോയി. നിനക്ക് അവള് മതിയടാ, നല്ല കുട്ടിയാ. അന്നത്തെ ദിവസം തന്നെ ഇഷാമിന്റെ കൂട്ടുകാർ വിധി എഴുതി കഴിഞ്ഞു. അതൊരു തുടക്കമായിരുന്നു. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ച തുടക്കം. ഓരോ ഇടത്തേക്കും അവരെക്കാൾ ആവേശത്തിൽ അവൾ അവരെ കൂട്ടിക്കൊണ്ടുപോയി.
ഏറ്റവും അടുത്ത ഒരാളോടെന്ന പോലെ അവരോട് പെരുമാറി. ഉള്ളിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞില്ലെങ്കിലും ഹിഷാം അവളുമായി വളരെ നല്ലൊരു സൗഹൃദം വളർന്നു. അവര് മാത്രമല്ല, അവളുടെ കൂട്ടുകാർ, ആ നാട്ടുകാർ, പിന്നെ മെഹറിന്റെ സഹോദരന്മാർ, അങ്ങനെ ആ ഒരാഴ്ച കൊണ്ട് എല്ലാവരും പരിചിതരായി. നാളെ വൈകുന്നേരം ഞങ്ങൾ തിരികെ പോകും. തിരിച്ചു പോകുന്നതിന് തലേന്ന് ഹിഷാം തന്നെയാണ് മെഹറിനോട് അത് പറഞ്ഞത്. അതോടെ അവിടെ മുഖം മാറി, ചിരി മാഞ്ഞു. പക്ഷേ എനിക്കിനിയും വരേണ്ടി വരും മെഹർ. കാരണം എൻ്റെ ഹൃദയം ഇവിടെ വെച്ചിട്ടാ ഞാൻ തിരികെ പോകുന്നത്. ആദ്യ കാഴ്ചയിലുള്ളിൽ ഉരുത്തിരിഞ്ഞ പ്രണയം പതിയെ അവൻ അവൾക്ക് മുമ്പിൽ ഏറ്റുപറയുമ്പോൾ അവളത് നിരസിക്കില്ലെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു അവനും. കാരണം ഏത് ഇരുട്ടിൽ കൊണ്ട് ഒളിപ്പിച്ചു പിടിച്ചാലും പ്രണയം പ്രകാശിക്കുക തന്നെ ചെയ്യുമല്ലോ. അതുപോലൊരു വെട്ടം അവളുടെ കണ്ണിൽ അവൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എനിക്ക് അവൾ കണ്ണു നിറച്ചു. ഒന്നുമില്ല, ഇപ്പോഴേ ടെൻഷൻ ആവേണ്ട. ഈ ഹിഷാമിന് ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയ പെണ്ണാ നീ. ആ നിന്നെ എനിക്ക് എന്നും എൻ്റെ സ്വന്തമായി വേണം. ആൾക്കരികിലേക്ക് നീങ്ങിന്നിട്ട് അത് പറയുമ്പോൾ അവന്റെ സ്വരവും ആർദ്രമായി. ഇക്കാക്കമാര്? അവളുടെ ഉള്ളിലെ വെപ്രാളം ആ വാക്കുകളിൽ അറിയാൻ കഴിയും. ഇപ്പൊ ആരും ഒന്നും അറിയണ്ട, ഇതിങ്ങനെ തന്നെ പോട്ടെ. അവരുടെ ഈ പെങ്ങളൂട്ടി എനിക്ക് എൻ്റെ പെണ്ണായിട്ട് തരുമെന്ന് ഞാൻ തന്നെ അവരോട് വന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് അറിഞ്ഞാൽ മതി. വിറക്കുന്ന അവരുടെ കൈകൾ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. അവരെതിർപ്പ് പറഞ്ഞാലോ? എന്നെ ഈ ദീപ് വിട്ടെങ്ങും വിടില്ലെന്നാ ഇവരുടെ ഉള്ളില്. ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ അവർക്കിഷ്ടമില്ലാത്തൊന്നും ചെയ്യില്ല. എൻ്റെ ഉപ്പയേക്കാൾ എന്നെ സ്നേഹിച്ചവരാ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തന്നവരാ എൻ്റെ ആങ്ങളമാര്. വല്ലാത്തൊരു ഭയത്തോടെ അവൾ അവനെ നോക്കി. ഈ ആഗ്രഹം അവരായിട്ട് തന്നെ നടത്തി തരും, ടെൻഷൻ ആവണ്ട കേട്ടോ. അവൻ അലിവോട് അവളെ ചേർത്ത് പിടിച്ചു. ഇടച്ചിലൊന്നും കാണിക്കാതെ ആ നെഞ്ചിൽ ചേർന്ന് നിന്ന് കഴിഞ്ഞുപോയ 10 ദിവസത്തോളം കൂടെ നടന്ന നാളുകളിൽ അവൻ നൽകിയ വിശ്വാസമായിരുന്നു. ഈ കാക്കമാർക്ക് ഇഷ്ടമാവില്ലെന്നറിഞ്ഞും ആ ഇഷ്ടങ്ങൾ അങ്ങനെ തൂത്തെറിയാൻ കഴിയാത്ത വിധത്തിൽ ഹൃദയത്തിൽ ഉറച്ചുപോയതും ഈ ആളോടുള്ള വിശ്വാസവും പ്രണയവും തന്നെയാണ്. തിരികെ വരുമെന്ന് അവൻ പറഞ്ഞെങ്കിലും തിരികെ ഞാൻ വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവില്ലേ എന്നൊരു ഭയം അവന്റെ കണ്ണിലും, കാത്തിരിക്കുമെന്ന വാക്ക് കൊടുക്കുമ്പോൾ അതിന് അവകാശമില്ലാത്തതായി പോകുമോ എന്നുള്ള ഭയം അവളുടെ കണ്ണുകളിലും അങ്ങനെ നിറഞ്ഞു നിന്നു. ഇത്രയും കുറഞ്ഞ നാളുകൾ കൊണ്ടെങ്ങനെ ഒരാൾ മറ്റൊരാൾക്ക് ഇത്രമേൽ പ്രിയപ്പെട്ടതായി തീരുമെന്ന് ഓർത്തിട്ടാണ് അന്ന് അവർക്ക് ഉറക്കമില്ലാതായി പോയത്. ഏറെ ഉത്സാഹത്തോടെ അങ്ങോട്ട് വന്നേറെ നിവിക്കും കാർത്തിക്കും ആൽബിക്കും എങ്ങനെയെങ്കിലും 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതവിടെ മടുത്തിട്ടല്ല, അറിയാത്ത നാട്ടിൽ ചെന്ന് കിടന്ന് പട്ടിയെ പോലെ തല്ലുവാങ്ങി പാതി ജീവനോടെയോ അല്ലാതെയോ നാട്ടിൽ പോകാൻ വയ്യാഞ്ഞിട്ടാണ്. തിരികെ മടങ്ങിപ്പോയാൽ ഇനി അങ്ങോട്ട് വന്നു ചേരാൻ യാതൊരു സാധ്യത അവശേഷിക്കാത്ത സ്ഥിതിക്ക് ഹിഷാമിനാ തോന്നിയ ഇഷ്ടം വെറുതെ ഇല്ലാതായി തീരുമെന്നവർ വെറുതെ മോഹിച്ചു. എന്നാൽ ഒട്ടുമേ ഇഷ്ടമില്ലാതെ കൂട്ടുകാർക്ക് വേണ്ടി ആ ദ്വീപിൽ വന്നിറങ്ങിയവൻ ഹൃദയം അവിടെ ഉപേക്ഷിച്ചു പോകുന്ന പോലെ തീവ്രമായ വേദനയും പേറിക്കൊണ്ടാണ് മടക്കയാത്രയ്ക്ക് ഒരുങ്ങിയത്. ഇനിയും വരണം കേട്ടോ എന്ന് മേയറിന്റെ ഇക്കാക്കമാർ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് യാത്രാമംഗളം നേരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരുമെന്ന് അവർക്ക് ഹിഷാം വാക്ക് കൊടുത്തത് ഹൃദയം കൊണ്ടാണ്, മേയറിനെ നോക്കിക്കൊണ്ടാണ്. കൊന്നാലിനി ഇങ്ങോട്ടില്ല ബായി എന്നൊരു ഉത്തരം അവന്റെ കൂട്ടുകാർ ഹൃദയത്തിൽ അടക്കി പിടിച്ച് അവൻ അറിഞ്ഞതുമില്ല. അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പോലെ തന്നെ തിരിച്ചു കയറ്റി വിടാനും മുനീർ കൂടെയുണ്ട്. തിരിച്ചു പോകുന്ന അവനും സങ്കടമാണ്. അത്രയും നാൾ ഒരുമിച്ച് നടന്നല്ലേ. ഇനി അവസരം ഉണ്ടാക്കി വിളിക്കും മുനീറെ, ഞങ്ങൾ വരുമല്ലോ എന്ന് അവനെ ഈ ഷാ ആശ്വസിപ്പിച്ചു. നീ വരണ്ട, നിങ്ങളെ കാണാൻ തോന്നുമ്പോഴേ ഞാൻ അങ്ങോട്ട് വന്നോളാം മുനീർ ഹിഷാമിന് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. പോട്ടെ മെഹർ. അത്രയും ദിവസം കൊണ്ട് അവളോട് തോന്നിയ ആത്മാർത്ഥ സൗഹൃദത്തോടെ തന്നെ നവീൻ കാർത്തിയോ ആൽബിയും യാത്ര പറഞ്ഞിറങ്ങി. ആർക്കും സംശയങ്ങളൊന്നും ഇപ്പോൾ തോന്നരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് തന്നെ വിട്ടിട്ട് പോകുമ്പോൾ തോന്നുന്ന കടച്ചിനുള്ളിൽ തന്നെ ഒതുക്കി നേർത്തൊരു ചിരിയോടെ പരസ്പരം നോക്കി തലയാട്ടി അവളോട് യാത്ര പറഞ്ഞുകൊണ്ട് അവന് ഷിപ്പിലേക്ക് കയറി. അവരെ യാത്രയാക്കാൻ വന്ന കുറെ പേർക്കിടയിൽ നിന്നുകൊണ്ട് കൈവീശി കാണിക്കുന്നവൾ. അവളൊരു കരച്ചിലിന്റെ പെരുമഴ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണല്ലോ ആ നിൽപ്പെന്ന് അവളുടെ ഹൃദയം സ്വന്തമാക്കി അവന് മാത്രം മനസ്സിലാവും. കണ്ണിൽ നിന്നും ആയുവോളം കൈവീശി കാണിച്ചുകൊണ്ട് അവനും ആ നോവിന്റെ പങ്കുപറ്റി. പ്രതീക്ഷിച്ചതിനേക്കാൾ കനം തോന്നിയൊരു വിരഹത്തിന്റെ കനിൽ അവളെ വിട്ടു പോന്ന മുതൽ അവന്റെ നെഞ്ചിൽ നേറി. നവീൻ കാർത്തി ആൽബിയും ഒക്കെ അവരുടേതായ സ്പേസിലേക്ക് മാറിയെങ്കിലും ആരും അറിയാതെ ഹിഷാം മാത്രം ആദ്യ അനുരാഗത്തിന്റെ വിരഹവേദനയിൽ സ്വയം ബന്ധിതനായി. എങ്കിലും അതാരെയും അറിയിക്കാൻ അവനപ്പോൾ ശ്രമിച്ചതുമില്ല. ഹൃദയമിടിപ്പ് പോലെ അവനോടൊപ്പം ചേർന്ന് നടന്നിരുന്ന യുവമാർക്ക് പോലും അവനിലെ മാറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതോടെ തങ്ങൾ കരുതിയ പോലെ തന്നെ അവനതെല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞെന്ന് കരുതി അവരും ആശ്വാസം കൊണ്ടു. മേറിന് അവർക്ക് ഇഷ്ടമില്ലായിട്ടല്ല, അവളിലേക്ക് എത്താൻ എടുക്കുന്ന ദൂരം അമ്പിനും വില്ലിനും അടുക്കാത്ത അവിടെ ഇക്കാക്കമാർ. അങ്ങോട്ടേക്ക് എത്തി അവളെ സ്വന്തമായി കിട്ടും വരെയും കൂട്ടുകാരൻ അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ, അതെല്ലാം അവരെ അങ്ങനെ തന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. നേരിട്ട് കാണുന്നതിനുള്ള ആശ്വാസം കിട്ടുന്നില്ലെങ്കിലും വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളിൽ ഹിഷാമും മേയറും ഫോണിൽ കൂടി അവരുടെ പ്രണയം കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറക്കി വെക്കുന്ന ആരോരും അറിഞ്ഞവുമില്ല. പ്രണയത്തിന്റെ പുതുമഴയിൽ ആവോളം നനഞ്ഞു കുതിർന്ന അവർക്ക് മുമ്പിൽ പ്രതിസന്ധികളൊക്കെ നിസ്സാരമാണെന്ന് തോന്നിയിരുന്നു. നാളുകൾ കൊണ്ട് അവർ പരസ്പരം ഇനിയൊരിക്കലും അകലാൻ കഴിയാത്ത വിധത്തിൽ ഹൃദയം കൊണ്ട് അടുത്തു ചേരുമ്പോൾ തന്റെ ഇക്കാക്കമാർ ഒരിക്കലും ആ ദ്വീപിനപ്പുറത്തേക്ക് തന്നെ വിടില്ലെന്നും അവർക്ക് ഇഷ്ടമില്ലാത്ത തനിക്കത് ചെയ്യാൻ കഴിയില്ലെന്നും മേയർ ഓർത്തതേയില്ല. ഹൃദയത്തോളം ചേർന്ന് നിൽക്കുന്ന ഹിഷാമിനെ മാത്രം അവൾ ഓർത്തു.
അവനിൽ നിന്ന് അവൾക്കായി മാത്രം ഉതിർന്നു വീഴുന്ന ആ മനോഹര ഈണങ്ങളിൽ മാത്രം അവൾ തന്നെ കോർത്തു. അന്നോൾ അറിഞ്ഞിട്ടില്ലാത്ത പ്രണയത്തിന്റെ പുത്തൻ ഭാവങ്ങളെ എല്ലാ പരിശുദ്ധിയോടും കൂടി അവൻ നീട്ടിക്കൊടുക്കുമ്പോൾ അവൾ അതിൽ മാത്രം ലയിച്ചു. നാളുകൾ അങ്ങനെ അവരുടെ പ്രണയത്തിൽ അലിഞ്ഞും ആർക്കൊരു സംശയമില്ലാത്ത രീതിയിലും തുടർന്നു. അതിനിടയിൽ അവർ തമ്മിലുള്ള പ്രണയത്തിന്റെ ഈണത്തിന് താളം പിഴച്ചത് മെഹറിൻ അവളെ ഏതോ കല്യാണ ഫംഗ്ഷൻ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കൊരു ആലോചന വന്നപ്പോഴാണ്. തുടക്കത്തിൽ എപ്പോഴത്തെയും പോലെ ഈ കാക്കമാർ അവൾ പഠനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി വിടുമെന്ന് മെഹർ കരുതിയെങ്കിലും അതുണ്ടായില്ല. എന്ന് മാത്രമല്ല, അവരിതിൽ വല്ലാത്ത താല്പര്യം കാണിക്കുകയും ചെയ്തോടെ അവൾ ഭയന്നു. ഹിഷാമിനെ അറിയിച്ചപ്പോൾ അവനും അവളുടെ പഠനം തീരും വരെയും ടൈമുണ്ടെന്ന് കരുതി സമാധാനത്തോടെ നിന്നവൻ പിന്നെ എന്ത് വേണമെന്നറിയാത്ത അവസ്ഥയിലായി പോയി. ഞാൻ വരും, നിന്നെ എന്റെ സ്വന്തമാക്കും, പേടിക്കണ്ട എന്ന് ഹിഷാം കൊടുത്ത പ്രണയത്തിന്റെ ഉറപ്പിലുള്ള വിശ്വാസത്തോടെ തന്നെയാണ് മേയർ പെണ്ണുകാണലടക്കമുള്ള ചടങ്ങിന് നിന്നുകൊടുത്ത്. എനിക്കിപ്പോ കല്യാണം വേണ്ടിക്കാക്ക, കുറച്ചുകൂടി പഠിക്കണം, ജോലി നോക്കണം എന്നിട്ടൊക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തന്റെ താല്പര്യമില്ലായ്മ സഹോദരന്മാരെ അറിയിക്കാനും ശ്രമിച്ചു. പക്ഷേ അതൊന്നും ഓർത്തിന്റെ പെൺകുട്ടി ടെൻഷൻ ആവണ്ട, നിക്കാതെ കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം പഠിപ്പിക്കാമെന്ന് പുയ്യാപ്പച്ചക്കൻ വാക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ അവളെ നിശബ്ദയാക്കി. മോള് പേടിക്കണ്ട, പഠനമൊന്നും നിൽക്കില്ല, അത് ഞാൻ ഏറ്റു എന്ന് അൻസാരിക്കുകയും വാക്ക് കൊടുക്കുമ്പോൾ പിന്നെ അവൾക്ക് മുന്നിൽ പ്രതിരോധിക്കാൻ കാരണമില്ലാതായി. ഉള്ളിൽ ഉറഞ്ഞുകൂടിയ പോലെ വേരുറച്ച ആ പ്രണയത്തെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടുള്ളതായി പിന്നെ അവളിലെ ഓരോ നിമിഷവും. അവനിലേക്ക് എത്താനുള്ള വഴികൾ കഠിനമാണെന്ന് അവൾക്കറിയാം. അതോടൊപ്പം തന്നെ അവനില്ലാതെ ഇനി വയ്യെന്നു. പറ്റും പോലേക്ക് വിവരങ്ങൾ ഹിഷാമിനെ അറിയിച്ചു. നിക്കാനുള്ള സമയം പോലും നിശ്ചയിച്ചു കഴിഞ്ഞു. രണ്ടുപേർക്കും ഉള്ളൊരുക്കങ്ങൾ മാത്രം. ഒടുവിൽ കൂട്ടുകാരോട് അവനെല്ലാം തുറന്നു പറയുമ്പോൾ അവരവനെ പകച്ചു നോക്കി. തിരികെ വന്ന ശേഷം മേറിനെ കുറിച്ച് അധികമൊന്നും അവൻ സംസാരിച്ച് കേൾക്കാത്ത കൊണ്ട് തന്നെ അവളിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം അവൻ ഉൾക്കൊണ്ടുകൊണ്ട് തിരികെ നടന്നു കഴിഞ്ഞുവെന്ന് കരുതിയവർക്കുള്ള തിരിച്ചടി കൂടിയായിരുന്നു അവന്റെ ആ തുറന്നു പറച്ചിൽ. അതിലെ ഓരോ പൊള്ളുന്ന വാക്കിലും അവൻ അവളോടും അവൾക്ക് അവനോടുള്ള പ്രണയത്തിന്റെ ആഴം വെളിവായിക്കൊണ്ടിരുന്നു. തിരികെ നടക്കണം, അവളെ മറന്നു കളയണമെന്നൊക്കെ അവനോട് പറഞ്ഞു കളയാൻ കഴിയാത്തത്രയും ആഴം. എടാ, എനിക്ക് അങ്ങോട്ട് പോകണം, ഞാൻ ചെല്ലുന്നും കാത്തിരിപ്പാണ് അവള് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരികെ അങ്ങോട്ട് തന്നെ പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുമ്പോൾ അവളുടെ ഈ കാക്കമാർ എന്നൊറ്റ വാക്കുകൊണ്ട് അവന്റെ കൂട്ടുകാർ അവരുടെ ഭയം പ്രകടമാക്കി. നിങ്ങൾ വന്നില്ലെങ്കിലും ഞാൻ പോവും, ചെല്ലാന്ന് ഞാൻ അവൾക്ക് വാക്കുകൊടുത്തതാ, അവളിനെ കാത്തിരിക്കും എന്ന് ഒട്ടും നീരസമില്ലാതെയാണ് ഹിഷാം പറഞ്ഞത്. തന്റെ ഇഷ്ടത്തിന് വേണ്ടി, പ്രണയത്തിന് വേണ്ടി അവരാരെയും കുരുതി കൊടുക്കാൻ അവൻ ഒരുക്കമല്ല. പക്ഷെ അവൻ ഒറ്റക്കല്ല പോയത്. അത്രയും അപകടത്തിലേക്ക് അവൻ ഒറ്റയ്ക്ക് വിടാൻ അവർക്ക് എങ്ങനെ കഴിയും? ആദ്യം അങ്ങോട്ട് സന്തോഷത്തോടെ ആകാംക്ഷയോടെ പോയവർ പിന്നെയുള്ള യാത്ര അങ്ങേയറ്റം ഭയത്തോടെയാണ്. എന്നിട്ടൊരു വാക്കുകൊണ്ട് പോലും അവർ മൂന്നുപേരും ഹിഷാമിനെ കുറ്റപ്പെടുത്തിയില്ല. ഇഷ്ടമങ്ങ് സംഭവിച്ചു പോകുന്നതല്ലേ, ഹൃദയങ്ങൾ അങ്ങനെ കുരുങ്ങി പോകുന്നതല്ലേ, അതെങ്ങനെ അവിടെയും തെറ്റാവും? അതുകൊണ്ട് തന്നെ എങ്ങനെ ആ പേരിൽ അവരെ കുറ്റപ്പെടുത്തി പറയാൻ കഴിയും? മൂന്നുപേരും അവനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. അല്പം റിസ്ക് എടുത്തിട്ടായാലും അവന്റെ ഇഷ്ടം നേടിക്കൊടുക്കാൻ ആഗ്രഹിച്ചു. ഇഷ്ടപ്പെട്ടവർക്കൊപ്പം ആവുമ്പോൾ മാത്രമല്ലേ ജീവിതം ജീവിച്ചു എന്ന് തോന്നും. എങ്കിലും ഉള്ളിലെ ഭയം അങ്ങനെ തന്നെയുണ്ട്. ആദ്യമായി ചെന്നിറങ്ങിയ അന്നത്തെ പോലെ തന്നെ അതിമനോഹരമായൊരു സായാഹ്നമാണ് അവരെ അന്നും വരവേറ്റത്. പക്ഷേ അന്നത്തെ ആ മനോഹാരിത അവരെ സ്പർശിച്ച കൂടിയില്ല. ഹൃദയം അത്രമേൽ ഭാരം തൂങ്ങിയിരുന്നു. പ്രതീക്ഷിക്കാതെ മുന്നിൽ കണ്ടതിന്റെ ഞെട്ടലോടെ മുനീർ പകച്ചു നിൽക്കുമ്പോൾ നബിയിൽ നിന്നും ആഗമനോദ്ദേശം കൂടി അവൻ അറിയുമ്പോൾ ആ ഞെട്ടൽ നടുക്കമായിരുന്നു. നിനക്ക് എന്താ ഹിഷാമെ, ഭ്രാന്ത് പിടിച്ചോ എന്ന് ദേഷ്യത്തോടെയും ഭയത്തോടെ അവൻ ചോദിക്കുമ്പോൾ ഫാത്തിമ മെഹർ എന്ന ഭ്രാന്ത് എന്ന് അവൻ തിരുത്തി കൊടുത്തു. നോക്ക്, ഇത് നീ വിചാരിക്കുന്ന പോലെ കുട്ടിക്കളിയല്ല കേട്ടോ. അവിടെ ഇക്കാക്കമാരറിഞ്ഞാൽ കുത്തി കുടല് പുറത്തെടുക്കും. പറഞ്ഞിട്ടില്ലേ ഞാൻ അവരെ കുറിച്ച്? നീയൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് തന്നു തന്നെ. അതൊന്നും ഓർക്കാണ്ട് എന്തോ ഉടായ്പ കാണിച്ചിട്ട് അവൻ പിന്നെ വന്നേക്കുവാ. ഇതിപ്പോ നിന്നെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ പേരിൽ ഞാൻ കൂടി പെട്ടുപോലെ പഠിച്ചോനെ എന്നൊക്കെ മുനീർ നെഞ്ചത്തടിച്ച് നിലവിളിക്കും പോലെ പറയുന്നുണ്ട്. എടാ, നിങ്ങൾക്കെങ്കിലും എനിക്കൊരു ക്ലൂ തരായിരുന്നു എങ്കിൽ ഞാൻ ഈ വരവ് ഇല്ലാണ്ടാക്കിയേനെ. ആ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ ഉള്ളവരൊക്കെ അവര് വിളിച്ചും കഴിഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഇതും പറഞ്ഞുകൊണ്ട് ചെന്നോ? ഡല്ലോ. ആ രംഗം മനസ്സിൽ കണ്ടതേ മുനീർ ഭയന്ന് വിറച്ചു. എനിക്ക് ഓളെ വേണം മുനീറേ. ഞാൻ വിളിച്ച ഓളെന്റെ കൂടെ വരും, എനിക്ക് ഉറപ്പാ. ഓളെയും കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു പോയില്ല, എനിക്കതിന് പറ്റില്ല. ഏയ്, അല്ലെങ്കിൽ ഈ വിവരം അവളുടെ ഇക്കാക്കന്മാരറിയുന്നോടെ പിന്നെ ഒരു തിരിച്ചുപോക്ക് നിനക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമാര് വിട്ടിട്ട് വേണ്ടേ? കൊത്തി അരിഞ്ഞ് കടലിൽ താഴ്ത്തി കളയും പഹയാ, നിനക്കറിയില്ലോ അല്ലേ? മുനീർ ഒരു ചാട്ടം. നിങ്ങളാരും കൂടെ വന്നില്ലെങ്കിലും ഞാൻ പോയി പറയും. അവര് സമ്മതിച്ചെന്നാ അങ്ങനെ കൊണ്ടുവരും, അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടുന്ന വഴി നോക്കും. അല്ലാതെ ഫാത്തിമ മെഹറില്ലാതെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവില്ല. അങ്ങേയറ്റം ഉറപ്പുള്ള ഹിഷാമിന്റെ വാക്ക്. അതിനു മുന്നിൽ അവരെല്ലാം വിറച്ചു നിന്നു. ദൂരമോ നിങ്ങളോട് ചേരാനുള്ള യോഗ്യത ഒന്നും ഞാൻ ഓർത്തില്ല. നിങ്ങളുടെ പെങ്ങൾക്ക് എന്നുള്ള സ്നേഹത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കടൽ കടന്ന് വീണ്ടും വന്നു. ഇതറിയുന്ന നിമിഷം നിങ്ങൾ എന്നെ കൊന്നോളെന്ന് ഇവരെല്ലാം പറഞ്ഞു തന്നിട്ടും മേറിന് എന്നോടുള്ള വിശ്വാസം എന്നെ നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയത്. സ്നേഹിച്ചു പോയി, ജീവനോളം ആഴത്തിൽ പരസ്പര ഉള്ളിൽ നിറച്ചുപോയി. ഇനിയൊരു വിരഹം, അത് മരണം പോലെ വേദനയാണ്. ഞാനില്ലാതെ അവളോ അവളില്ലാതെ ഞാനോ ഇനി ആരിലും പൂർണ്ണമാവില്ല. എന്നെ ഓർക്കണ്ട,
കണ്ണിലെ കൃഷ്ണമണി പോലെ നിങ്ങൾ കാത്തുവെച്ച ആ പെണ്ണിന് ജീവിതം മുഴുവൻ നരകത്തിൽ എന്ന പോലെ ആവാതിരിക്കാൻ അവളുടെ സന്തോഷമല്ലേ നിങ്ങൾക്ക് പ്രധാനം. അതിനുവേണ്ടിയല്ലേ നിങ്ങൾ ഈ ചെയ്യുന്നൊക്കെയും. എങ്കിൽ ആ സന്തോഷം ഞാനാണ്. അവൾ എനിക്ക് തരൂ. നിങ്ങൾ കൊണ്ടുനടന്ന പോലെ തന്നെ ഞാൻ അവളെ ഈ നെഞ്ചി കൊണ്ടുനടന്നോളാം. അവളെ എപ്പോഴും കാണാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ നാട്ടിലേക്ക് തന്നെ മതിയെന്ന് വാശി പിടിക്കുന്നത്. ഞാൻ കൊണ്ടുവരും. നിങ്ങൾക്ക് അവളെ കാണാൻ മോഹിക്കുമ്പോഴൊക്കെയും ഞാൻ കൊണ്ടുവന്നോളാം. ഏതൊരാൾക്കും മനസ്സിലാവും വിധത്തിൽ ഹിഷാം മേഹറിന്റെ ഇക്കാക്കമാർക്ക് മുന്നിൽ അവന്റെ പ്രണയം തുറന്നു കാണിച്ചു. നെഞ്ചിരിപ്പോടെ അവനൊപ്പം വന്നവർ ആ 3 സഹോദരന്മാരെയും നോക്കി. പക്ഷെ ആ 3 പേരിലും കനപ്പെട്ട മൗനം, മുഖത്ത് അസാധാരണമായെന്ന പോലെ ശാന്തത. ഹിഷാം ഒഴികെ അവനൊപ്പം വന്ന മറ്റു 4 പേർക്കും അതിലെ അപകടം പെട്ടെന്ന് മനസ്സിലായി. നീ ഇപ്പോ പോ, വൈകുന്നേരം ഞങ്ങൾ നിന്നെ വന്ന് കാണുന്നുണ്ട്. ഇതിനെ മറുപടി അപ്പൊ പറയാം എന്ന് വല്ലാത്തൊരു നോട്ടത്തോടെ മേഹറിന്റെ മുഖത്തേക്കാകെ പറയുമ്പോൾ മുനീറിന് ശ്വാസം വിലങ്ങി. എത്രയും വേഗം അവിടുന്ന് ഓടിപ്പോവാനാണ് അവന് തോന്നിയത്. അങ്ങനെ ആയിക്കോട്ടെ, എങ്കിൽ മേഹറിനൊന്ന് വിളിക്കോ, എനിക്കൊന്ന് കാണാൻ. അത്രയും വേദനയെന്ന് കഴിയുന്നവൾക്ക് മുമ്പിൽ ഞാൻ തന്നെ തേടിയതാ വന്നിരിക്കുന്നു, എന്റെ വാക്ക് പാലിച്ചിരിക്കുന്നു എന്ന് കാണിക്കാൻ അവന്റെ ഉള്ളം വല്ലാതെ കുതിച്ചു. അവളെ ഞങ്ങൾ കൊണ്ടുവരും, ഇപ്പൊ നീ പോ എന്ന് തന്നെ അവർ ആവർത്തിച്ചു പറയുമ്പോൾ പിന്നെ അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ വയ്യുന്ന പോലെ മുനീർ അവനെയും പിടിച്ചു വലിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. തിരിച്ചു പോയിക്കോ എന്ന് മുനീർ കാല് പിടിച്ച് പറഞ്ഞിട്ടും ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാവാൻ തനിക്കത് ചെയ്യാൻ കഴിയില്ലെന്ന് അവൻ തീർത്തും പറഞ്ഞോടെ അവനെ തനിച്ചവിടെ വിട്ടുപോകാൻ വയ്യാതെ നവിയും കാർത്തിയും ആൽബിയും കൂടി അവിടെ കുടുങ്ങിപ്പോയി. നീ കരുതുന്ന പോലെ നല്ല ഷാമേ, അവരുടെ ആ ശാന്തതയാണ് ഭയക്കേണ്ടത്. മുനീർ മുന്നറിയിപ്പ് കൊടുത്ത പോലെ തന്നെയാണ് പിന്നെ സംഭവിച്ചു. വൈകുന്നേരം വരാമെന്ന് പറഞ്ഞവർ അതിനു മുന്നേ തന്നെ മുനീറിന്റെ താമസ സ്ഥലത്തേക്ക് വരുമ്പോൾ അല്പം മുമ്പ് കണ്ട ആളുകളെ അല്ലായിരുന്നു അവരപ്പോൾ വന്നത്. ഭീഷണിയുടെ ഭാഷയുമായിട്ടായിരുന്നു, കയ്യൂക്കിന്റെ കരുത്തുമായിട്ടാണ്. എനിക്ക് അവളെ ഇഷ്ടമാ, അവൾക്ക് എന്നെ തിരിച്ചു പോകും. ഞാൻ അവളെയും കൊണ്ട് ഞാൻ വിളിച്ചാ അവളെന്റെ കൂടെ ഇറങ്ങി വരും. ഉറപ്പോടെ പറഞ്ഞവനെ ആദ്യം കൈവച്ച് തുടങ്ങിയത് കൂട്ടത്തിലെ ഏറ്റവും ഇളയവനാണ്. അവന് പുറകെ ഓരോരുത്തരായി ദേഷ്യം തല്ലി തീർത്തു. പിടിച്ചു മാറ്റാൻ ശ്രമിച്ചവർക്കും കണക്കിന് കിട്ടി. ഇന്ന് രാത്രി ഇനി ഷിപ്പൊന്നുമില്ല, അതുകൊണ്ട് നാളെ വെളുപ്പിന് ആദ്യ ഷിപ്പിന് നിങ്ങൾ പൊടി പോലുള്ള ആ സ്ഥലം വിട്ടുള്ളണം. ഇനി ഇങ്ങനൊരു സ്ഥലവും ഞങ്ങളുടെ പെങ്ങളും നിന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാ പിന്നെ ഈ ഭൂമിക്ക് മുകളിൽ നീ ഉണ്ടാവില്ല. നിന്റെ കൂടെയുള്ളവരും ഞങ്ങളെ കൊണ്ടത് ചെയ്യിക്കരുത്. എഴുന്നേൽക്കാൻ കൂടി കഴിയാത്ത വിധത്തിൽ തല്ലി തീർത്തവനോട് തീർത്തും മനസാക്ഷിയില്ലാതെ അതും പറഞ്ഞുകൊണ്ട് അവർ തിരികെ പോകുമ്പോൾ ഇനി എന്ത് വേണമെന്നറിയാതെ പാടെ തകർന്നുകൊണ്ട് ഹിഷാമും അടികിട്ടിയ ദേഷ്യത്തിലും സങ്കടത്തിലും അവനൊപ്പമുള്ളവരും അന്നത്തെ രാത്രി തള്ളി നീക്കി. പിറ്റേന്ന് രാവിലെ കൂടെ വരുന്നില്ല, എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് വാശി പിടിച്ച് ഹിഷാമിനെയും വലിച്ചുകൊണ്ടോ തിരികെ യാത്ര തിരിക്കുമ്പോൾ അവൻ തേടി വന്നൊന്നും തന്നെ അറിയാതെ, അവനെ ഒന്ന് വിളിക്കാൻ കൂടി കഴിയാതെ, അവന്റെ വിവരങ്ങളൊന്നും അറിയാൻ കഴിയാതെ തീർത്തു ലോക്കായി പോയിരുന്നു മെഹറും. ഈ കാക്കമാർക്ക് അവളോട് കാര്യമായ അകൽച്ചയൊന്നുമില്ല. എന്നാലോ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വിളവ് അവർക്കിടയിൽ വന്നു കഴിഞ്ഞു. ഹിഷാമിനെ കുറിച്ച് അവർ ആരും അവളോട് പറഞ്ഞില്ല, ചോദിച്ചില്ല. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞതായി പോലും ഭാവിച്ചില്ല. വീണ്ടും വിരഹത്തിന്റെ സഹിക്കാൻ വയ്യാത്ത നോവ്, അതിനുമപ്പുറം കല്യാണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസങ്ങളും തുറന്നു പറയാനും മറന്നു കളയാനും കഴിയാത്ത പ്രണയത്തിന്റെ ഭാരവും പേറി അവളും. ചുമലിൽ തട്ടി കാർത്തി വിളിക്കുമ്പോൾ ഹിഷാം ഞെട്ടിപ്പോയി. കാർത്തി കാണും മുന്നേ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ടവരൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ കയ്യിലെ ഫോണിൽ തെളിഞ്ഞു നിൽക്കുന്ന മെഹറിന്റെ ഫോട്ടോ. കഴിഞ്ഞുപോയ 4 വർഷങ്ങളിൽ എന്നും അവൻ അവളെ ഓർത്തി കരയാത്തൊരു ദിവസം പോലുമില്ല. നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നറിയാം. പക്ഷേ മറന്നു കളയാനും വെറുപ്പ് കാണിക്കാനും അതൊരു കാരണമേ അല്ലല്ലോ. ഹൃദയത്തിൽ അവൾ തന്നെ ഒതുക്കി പിടിച്ചാണ് ഇപ്പോഴും. ഒരാളെ മനസ്സിലേറ്റി മറ്റൊരാൾക്കൊപ്പം ജീവിക്കേണ്ടി വരുന്ന നിസ്സഹായരായ അനേകം പ്രണയിനികളായ ഭാര്യമാരെ പോലെ ഇന്നും അവൾ എവിടെയോ ആരുടെയോ ഭാര്യയായി. അന്നത്തെ ആ പ്രണയം മറക്കാനും അവളെ മാറ്റി ഹൃദയത്തിൽ മറ്റൊരാളെ കയറ്റിയിരുത്താനും കഴിയാതെ അവന്റെ കൂടെയുള്ളവർക്കെല്ലാം കുടുംബമായി. മകന്റെ മനസ്സ് തകർത്ത ഒരു പ്രണയം അവന്റെ വീട്ടിലിറങ്ങി. കൂടെ ചെല്ലാമെന്നും അവളെ വിളിച്ചുകൊണ്ടുവരാമെന്നും അലി ഡോക്ടർ വാക്ക് പറഞ്ഞ് മകന്റെ ഒരുക്കം കാണാൻ വയ്യായിട്ടാണ്. പക്ഷെ അത് വേണ്ടെന്ന് കർശനമായി മുനീർ കൊടുത്ത മുന്നറിയിപ്പ്. ജീവൻ പോയാലും അങ്ങോട്ടേക്ക് പോവാൻ നിന്നവന് മുന്നിലേക്ക് നിന്റെ വരവ് ഇനി എന്റെ ജീവനെ കൂടെ ബാധിക്കും, ദയവ് ജീവിക്കാൻ വിടുക എന്ന മുനീറിന്റെ അപേക്ഷ. ഇതെല്ലാം അവനെ അവളിലേക്ക് എത്താൻ കഴിയാതെ പിടിച്ചടക്കി. നാളെയാണ് ഫംഗ്ഷൻ, കാർത്തി ഓർമ്മിപ്പിച്ചു. ഇനി അങ്ങോട്ട് പോകണോടാ, എനിക്കെന്തോ. ഹിഷാം നെറ്റി തടവി. ലക്ഷദ്വീപിലേക്ക് തന്നെ ഒരു പ്രോഗ്രാം ഓഫർ വർഷങ്ങൾക്ക് ശേഷം. വരുന്നില്ലെന്ന് ആവതും പറഞ്ഞിട്ടും കോളേജ് പിള്ളേരാണ്, കാല് പിടിക്കും പോലെ കേഴുന്നു. ഒടുവിൽ ചെല്ലാമെന്ന് വാക്ക് കൊടുക്കുമ്പോൾ പോലും ഹിഷാമിന്റെ ഉള്ളം ശൂന്യമായിരുന്നു. നീ ഓക്കെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ക്യാൻസൽ ചെയ്യാടാ. ഹിഷാമിന്റെ അവസ്ഥ മനസ്സിലായിക്കൊണ്ട് ആൽബി പറഞ്ഞു. വേണ്ട, നമുക്ക് പോവാം, റെഡിയാവും. അതും പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് പോയി. ഇനി ഒരിക്കലും തിരികെ വരരുതെന്ന് കരുതിയിടത്തേക്ക് വീണ്ടും ചെന്നിറങ്ങുമ്പോൾ അവന്റെ ഉള്ളും ഉയരും ഒരുപോലെ വിറച്ചു. നോക്കി നോക്കി ഹൃദയത്തിലേക്ക് അടിച്ചു കയറി. പിന്നെ തന്നെ ഒരുപാട് നോവിച്ചുണ്ടെങ്കോ പറന്നുപോയൊരു പാവം പെണ്ണിനെ ഓർത്തു. പിന്നെ അങ്ങോട്ട് അവളെക്കുറിച്ച് മാത്രമാണ് ഓർക്കാൻ കഴിഞ്ഞതും. ഒരുമിച്ച് കൈകോർത്ത് നടന്ന് പ്രണയം പങ്കിട്ട വഴികൾ കൂടി അവൻ ഒറ്റയ്ക്ക് നടന്നു. ഓർമ്മകളാണ് ഏറ്റവും തീവ്രമെന്ന് ഒരിക്കൽ കൂടി സാക്ഷ്യപ്പെടുത്തി. വൈകുന്നേരത്തെ ഫംഗ്ഷൻ അവിടെയുള്ള ഏറ്റവും വലിയ കോളേജിൽ. സ്റ്റേജിൽ കയറുമ്പോൾ പോലും സന്തോഷമില്ലായിരുന്നു.
സാധാരണ മൈക്ക് കയ്യിലെടുക്കുമ്പോൾ സ്വയം മറന്നു പോവാറുണ്ട്. ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം നിറയാറുണ്ട്. സങ്കടങ്ങളെ മറക്കുന്ന അങ്ങനെയാണ്. അന്ന് അതും നടന്നില്ല. ഇപ്രാവശ്യം അതൊന്നുമില്ല. ചിന്തകളിൽ ഒരുത്തി മാത്രം വന്ന് നിറഞ്ഞു. പ്രണയം പാടാൻ തുടങ്ങിയെങ്കിലും വിരഹമാണ് കൂടുതൽ വഴങ്ങിയത്. പ്രണയം പാടിത്തിരി ക്ഷമിക്ക, ഞങ്ങൾക്ക് അതാ വേണ്ടത് എന്ന് കോളേജ് പിള്ളേർ കൂവി വിളിച്ച് പറയുമ്പോൾ അന്നത്തെ ആ പാട്ട്, മേറിനെ ആദ്യം കണ്ടപ്പോൾ പാടിയ പാട്ട്, അന്നത്തെ അതേ ഫീലിൽ അവനത് പാടിത്തുടങ്ങി. കോളേജ് പിള്ളേർക്കിടയിൽ നിന്നും അന്നത്തെ ആ തീത്തുള്ളി കളർ ചുരിദാറിൽ അവൾ ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ സ്വപ്നം തന്നെയാണെന്ന് കരുതി. പക്ഷേ നടന്നു വന്നാൽ സ്റ്റേജിൽ കയറി അവനരികെ നിന്നു. പ്രണയം നിറച്ച് നോക്കി. ഞെട്ടിത്തരിച്ച് നിന്ന അവനെ ഹിഷാമിക്കാന്ന് കണ്ണീരോടെ വിളിച്ചു. കൈ നീടി തൊടാൻ ഹിഷാം ശ്രമിക്കും മുന്നേ ആൾ അവനെ വട്ടം കെട്ടിപ്പിടിച്ചു. യാതൊന്നും മനസ്സിലാവാതെ അവൻ പകച്ചുപോയി. പക്ഷേ മുന്നിൽ സന്തോഷത്തോടെ കൂവി വിളിക്കുന്ന കോളേജ് പിള്ളേർക്കും പുറകിൽ അവരോളം സന്തോഷത്തിൽ തന്നെ നിൽക്കുന്ന അവന്റെ കൂട്ടുകാർക്കും ഒരേ ഭാവം. അതോടെ അവർക്ക് എന്തൊക്കെയോ അറിയാമെന്നുള്ള അവൻ ഉറപ്പായി. അപ്പോ നിന്റെ കല്യാണം? തന്നിൽ ചേർന്ന് നിൽക്കുന്നവളെ പതിയെ അകറ്റി മാറ്റിക്കൊണ്ടവൻ ചോദിച്ചു. കല്യാണം കഴിക്കേണ്ടത് മനസ്സിൽ ഇഷ്ടം തോന്നിയവരാണ് അളിയോ. സ്റ്റേജിലേക്ക് നോക്കി മേയറിന്റെ ഏറ്റവും ഇളയ കാക്ക വിളിച്ചു പറഞ്ഞപ്പോൾ അവനരികിൽ തന്നെ മറ്റു രണ്ടുപേരും ചിരിയോടെ നിൽക്കുന്ന കണ്ടപ്പോൾ സത്യമായി ഹിഷാമിന് കണ്ണുകൾ നിറഞ്ഞു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവർക്ക് നേരെ കൈകൂപ്പി. 6-3 സ്റ്റേജിലേക്ക് ഓടിക്കയറി. ജസ്റ്റ് ഒരു പ്രണയം, അത്രയും ഞങ്ങൾ കരുതിയുള്ളൂ. നിനക്ക് വേണ്ടി അവൾ ഇത്രയും ധൈര്യത്തോടെ കാത്തിരിക്കണമെങ്കിൽ സ്വന്തം കാര്യം പോലും നേരെ ചൊവ്വ ഞങ്ങളോട് പറയാൻ കഴിവില്ലാത്തവള് അവളാ ഈ കഴിഞ്ഞ 4 കൊല്ലം നിനക്ക് വേണ്ടി. നിന്നെ അല്ലാതെ വേറെ ആളെ സ്വീകരിക്കേണ്ടി വന്നാ മരിച്ചുകളെന്ന് പറയുകയല്ല, ഒരിക്കലും അതിന് ശ്രമിക്കുകകൂടി ചെയ്തു. ഇനിയും ഈ സങ്കടം കണ്ടില്ലെന്ന് നടിക്കാൻ വയ്യടോ. നിന്നെ അല്ലാതെ മറ്റൊരാളെയും സ്വീകരിക്കാൻ അവൾക്ക് ഈ ജന്മം കഴിയില്ല. അതിപ്പോ ഞങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായി. അതുകൊണ്ട് നിനക്കവളെ നിക്കായി തരാൻ ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതം. സുന്ദരമായിരുന്നു നിങ്ങളുടെ പ്രണയം, അത് പിരിച്ചളഞ്ഞ ഞങ്ങളാണ്. അപ്പൊ അത് സുന്ദരമായി തന്നെ നിങ്ങൾക്ക് തിരികെ തരാൻ ഞങ്ങൾ ഒരിക്കൽ സർപ്രൈസാ ഈ ഫംഗ്ഷൻ. മേയറിന്റെ ഇക്കാക്കമാരുടെ ഏറ്റുപറച്ചിൽ ആനന്ദത്തിന്റെ കൊടിമുടി കയറിപ്പോയി ഹിഷാമ നിമിഷം. പറഞ്ഞു തീർക്കാൻ ഇനിയും ഒരുപാട് പ്രണയകാവ്യം കണ്ണിലൊളിപ്പിച്ചുകൊണ്ടവൻ അവളെ നോക്കി, അവൾ അവനെയും. വീണ്ടും കണ്ണുകൾ കൊണ്ടൊരു കഥ മെനഞ്ഞു. കണ്ണുകൾ കൊണ്ട് തന്നെ ഹൃദയത്തിലേക്കുള്ള ആ ഇടവഴിയിൽ പരസ്പരം പുണർന്നു നിന്നു. മേയറത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പാട്ടൊന്ന് പഠിക്കാൻ ക്ഷമിക്കാം, സംഗതി കളറാവട്ടെ. താഴെ ചിരിയോടെ സന്തോഷത്തോടെ നിൽക്കുന്നവർക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന ആ വാക്കുകൾ പ്രണയത്തിന്റെ ഏറ്റവും തീവ്രഭാവം നിറച്ചുകൊണ്ടവൻ പാടി തീർക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ തിരികെ കിട്ടിയ സ്വന്തം പ്രണയത്തിന്റെ കൈകൾ അവനിൽ ഭദ്രമായിരുന്നു.